അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ടാലൻറ്റ് ലീഗ് മത്സരാർത്ഥികളോടാണ് സംസാരിക്കാനുള്ളത്. ടാലൻറ്റ് ലീഗിൻ്റെ 2ാം റൗണ്ട്, അതിലെ ആദ്യ ചോദ്യം കേരള യൂത്ത് കോൺഫറൻസിൽ വെച്ച് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. ധാരാളം ആളുകൾ അതിൻ്റെ ഉത്തരം അയച്ചിട്ടുണ്ട്. ഉത്തരം അയച്ച ആളുകളോടും അയക്കാത്ത ആളുകളോടും ചില പ്രത്യേക കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത് കൊണ്ടാണ് വീഡിയോയിൽ വന്നിട്ടുള്ളത്. എല്ലാവരും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് ഉത്തരം അയക്കേണ്ടത്. ചില ആളുകൾ ഉത്തരം അയച്ചപ്പോൾ ആദ്യ റൗണ്ടിൽ അവർ കൊടുത്ത നമ്പർ ടൈപ്പ് ചെയ്തെടുത്ത് ചില പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലുള്ള ചില ആളുകൾ അവരുടെ കൺട്രി കോഡ് സഹിതമായിരുന്നു നേരത്തെ 1ാം റൗണ്ടിൽ പങ്കെടുത്തപ്പോൾ നൽകിയത്. ഇപ്പോൾ കൺട്രി കോഡ് ഒഴിവാക്കിയാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലുള്ള ആളുകൾ തന്നെ ചില ആളുകൾ കൺട്രി കോഡ് ആഡ് ചെയ്തും നമ്പർ അത് എഴുതിയപ്പോൾ അതിൽ മലയാള അക്ഷരങ്ങൾ കടന്നുകൂടിയും അങ്ങനെ കുറേ അധികം പ്രശ്നങ്ങൾ ഇപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എങ്ങനെയാണോ 1ാം റൗണ്ടിൽ പങ്കെടുത്തപ്പോൾ നൽകിയ നമ്പർ, അതുപോലെ തന്നെ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ 1ാം റൗണ്ടിലെ മാർക്കും 2ാം റൗണ്ടിലെ മാർക്കും കൂട്ടിയോജിപ്പിച്ച് പോർട്ടലിൽ ആ മാർക്ക് നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് പറഞ്ഞപ്പോൾ വ്യക്തമായി മനസ്സിലാകാത്ത ആളുകൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു. ടാലൻറ്റ് ലീഗിൻ്റെ നിങ്ങൾക്ക് ലഭിച്ച മാർക്കുകൾ കാണാനുള്ള നമ്മുടെ പോർട്ടലുണ്ട്. tl.keralaYouthConference.com. ഈ സൈറ്റിലാണ് നിങ്ങൾക്ക് 1ാം റൗണ്ടിൽ എത്ര മാർക്ക് ലഭിച്ചു, റഫറലിലൂടെ സുഹൃത്തുക്കളെ ഈ ടാലൻറ്റ് ലീഗിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു, 2ാം റൗണ്ടിൽ ഓരോ ചോദ്യങ്ങൾക്കും എത്ര വീതം മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും എന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഈ പോർട്ടൽ വഴിയാണ്. ഈ പോർട്ടലിൽ നമ്മൾ യുണീക്കായി സെലക്ട് ചെയ്തിട്ടുള്ളത്, തിരഞ്ഞെടുത്തിട്ടുള്ളത് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ്. അപ്പോൾ മൊബൈൽ നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ മാർക്ക് ശരിയായ രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നേരത്തെ ഉത്തരം അയച്ചവരും ഇനി ഉത്തരം അയക്കാനുള്ളവരും നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്ത് അതിൽ പീസ് റേഡിയോ അതിൻ്റെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ എങ്ങനെയാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത് എന്ന് കൃത്യമായി നോക്കുക. എന്നിട്ട് അതിലെന്തെങ്കിലും നേരത്തെ ടൈപ്പ് ചെയ്തതും ഇതും തമ്മിൽ ആശയക്കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ ടാലൻറ്റ് ലീഗിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. നേരത്തെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ കൂടെ, ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ലഭിച്ച മെസ്സേജിൻ്റെ കൂടെ അതിൻ്റെ കമ്മ്യൂണിറ്റി ലിങ്കുണ്ട്. ആ കമ്മ്യൂണിറ്റി ലിങ്ക് വഴി ജോയിൻ ചെയ്താൽ ആ ഗ്രൂപ്പിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നിങ്ങൾക്കൊരു പരാതികൾ അയക്കാനുള്ള ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് എൻ്റെ 1ാമത്തെ നമ്പർ ടൈപ്പ് ചെയ്തപ്പോൾ ഇന്ന മിസ്റ്റേക്ക് വന്നിരുന്നു, അല്ലെങ്കിൽ ഫീഡ്ബാക്കിൽ ഞാൻ നമ്പർ ടൈപ്പ് ചെയ്തപ്പോൾ ഇന്ന പ്രശ്നം വന്നിട്ടുണ്ട് എന്നതൊക്കെ നിങ്ങൾക്ക് എഴുതി അയച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ പരിഹാരം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഉത്തരം അയക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവരോടാണ് പറയുന്നത്, പീസ് റേഡിയോ ആപ്പ് വഴിയാണ് 2ാം റൗണ്ടിലെ എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം അയക്കാനുള്ളത്. ഓർക്കണം, 1,00,000 രൂപയുടെ സമ്മാനമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ടാലൻറ്റ് ലീഗിൻ്റെ ഫൈനൽ വിജയെ കാത്തിരിക്കുന്ന സമ്മാനമാണ് അറിയിച്ചത്. അപ്പോൾ ഈ സമ്മാനം നഷ്ടപ്പെടുത്താതിരിക്കുക, വളരെ താല്പര്യത്തോടു കൂടി ഇതിൽ പങ്കെടുക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഇത് വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്ന് വിചാരിക്കേണ്ട. ഇത് ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രയാസം തോന്നിയേക്കാം. ഒന്നുകൂടി ഈ വീഡിയോ ആവർത്തിച്ച് കണ്ടു കഴിഞ്ഞാൽ ആ കൺഫ്യൂഷനുകളൊക്കെ, സംശയങ്ങളൊക്കെ മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. 2ാം റൗണ്ടിലെ ചോദ്യം ഇതായിരുന്നു: കേരളത്തിൽ ആദ്യമായി ഇസ്ലാം വന്നു എന്ന് പറയപ്പെടുന്ന പട്ടണം ഏതാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ പൊന്നാനി, ഓപ്ഷൻ ബി മുസിരിസ്, ഓപ്ഷൻ സി കാപ്പാട്, ഓപ്ഷൻ ഡി വളപട്ടണം. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾ ഉത്തരം അയക്കേണ്ടത് ഇതിൽ ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ അത് മാത്രം. ടെക്സ്റ്റ് എന്ന ഭാഗത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് ഈ ഓപ്ഷൻ മാത്രമാണ്, അതിൻ്റെ ആ ലെറ്റർ മാത്രമാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ ഓപ്ഷൻ എന്നോ, ഓപ്ഷൻ എ എന്നോ, ഓപ്ഷൻ ബി ഒന്നും ചേർക്കണ്ട, അല്ലെങ്കിൽ ഉത്തരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളൊന്നും ചേർക്കണ്ട. ഈ ലെറ്റർ മാത്രമാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. നിങ്ങളുടെ പേര് കൃത്യമായി ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം. ഇന്ത്യൻ നമ്പറാണ് നിങ്ങളുടേത് എങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ 10 അക്ക നമ്പർ മാത്രം ടൈപ്പ് ചെയ്യുക. ഓക്കെ. വിദേശത്തുള്ള ആളുകളാണെങ്കിൽ കൺട്രി കോഡ് നിർബന്ധമായും ചേർക്കുക. കൺട്രി കോഡ് ചേർത്ത രൂപത്തിൽ തന്നെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇനി ആദ്യം ഉത്തരം അയച്ചപ്പോൾ കൺട്രി കോഡ് ചേർത്തിട്ടില്ല, അങ്ങനെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ
അത് എഡിറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ മാർക്ക് ഇൻഷാ അല്ലാഹ് ടാലൻറ്റ് ലീഗിൻ്റെ പോർട്ടലിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ടാലൻറ്റ് ലീഗിൻ്റെ പോർട്ടലിൽ ഇതുവരെ ലോഗിൻ ചെയ്തിട്ടില്ലാത്ത ആളുകൾ എങ്ങനെയാണ് അതിൽ ലോഗിൻ ചെയ്യേണ്ടത് എന്നും അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് എന്നുമുള്ള ഒരു വീഡിയോ നേരത്തെ നമ്മുടെ കമ്മ്യൂണിറ്റി വഴി അത് പ്രചരിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലും അത് അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്ത ആളുകൾക്ക് അതുകൂടി കാണാനുള്ള ലിങ്ക് കൂടി ഈ വീഡിയോയോടൊപ്പം അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ രണ്ടാം ഘട്ട മത്സരത്തിലെ റഫറൽ മാർക്ക് എങ്ങനെ ലഭിക്കും എന്നതുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാം. ബോണസ് പോയിൻ്റാണ് മറ്റൊരു സുഹൃത്തിനെ നിങ്ങൾ ഈ ടാലൻറ്റ് ലീഗിലേക്ക് ക്ഷണിക്കുന്നതിലൂടെ കൊണ്ടുവരുന്നതിലൂടെ നിങ്ങൾക്ക് ബോണസ് പോയിൻ്റ് ലഭിക്കുന്നുണ്ട്. ആ ബോണസ് പോയിൻ്റ് അടുത്ത റൗണ്ടുകളിലേക്കുള്ള നിങ്ങളുടെ പ്രവേശനം, അത് ഏതെങ്കിലും സാഹചര്യത്തിൽ മാർക്കിൻ്റെ ഒരു പ്രയാസം നിങ്ങൾ നേരിടുമ്പോൾ ഈ ബോണസ് പോയിൻ്റുകൾ നിങ്ങൾക്ക് സഹായകരമാകും എന്ന കാര്യം ഓർക്കുക. ഇതൊരു മത്സരം എന്നത് മാത്രമല്ല, മത്സരമാണ്, മത്സരത്തിന് സമ്മാനമുണ്ട്, വളരെ വിലപിടിപ്പുള്ള സമ്മാനമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതോടൊപ്പം ഇതൊരു വൈജ്ഞാനിക യാത്രയാണ്. അപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ ചില ആളുകൾ കാണുന്നത് കുറേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഉത്തരം അയക്കേണ്ട അവസാന തീയതി ഏതാണ് എന്നുള്ളത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ആ ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ടാണ് എനിക്കിപ്പോൾ ഉത്തരം അയക്കാനുള്ള സമയം ഇനി ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കേണ്ടത് ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ടാണ്. ചിലപ്പോൾ നിങ്ങൾ ഉത്തരം അയക്കണ സമയം ആയപ്പോഴേക്കും ഇതിൻ്റെ അടുത്ത ചോദ്യമോ രണ്ടാമത്തെ ചോദ്യമോ മൂന്നാമത്തെ ചോദ്യമോ അഞ്ചാമത്തെ ചോദ്യമോ ഒക്കെ എത്തിയതിന് ശേഷവും ഒരു പക്ഷേ ഈ വീഡിയോ എത്തുന്ന ആളുകളുണ്ടാവും. അവർ ഡിസ്ക്രിപ്ഷൻ നിർബന്ധമായി നോക്കണം. അതിനുശേഷമാണ് നിങ്ങൾ ഉത്തരം അയക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇതേ ചാനലിൽ തന്നെ അതിൻ്റെ പ്ലേലിസ്റ്റിൽ ടാലൻറ്റ് ലീഗ് എന്ന ഒരു ഭാഗം കാണും. അതിലേറ്റവും പുതിയ ചോദ്യങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടാകും. വളരെ ദിവസങ്ങൾ കഴിഞ്ഞ് ഈ ചോദ്യം കാണുന്ന ആളുകൾക്ക് വേണ്ടിയാണത് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇനി യൂട്യൂബിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്താൻ പ്രയാസമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കൊരു എളുപ്പമാർഗ്ഗം കൂടി പറയാം. ജമീൽ എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസ് എന്ന ഭാഗത്ത് ഏറ്റവും താഴെയായി ടാലൻറ്റ് ലീഗ് എന്ന ഒരു ഐക്കൺ കാണും. ഒരു ഫോൾഡറാണ്. ആ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ ഓരോ ദിവസത്തെ ചോദ്യം അത് കൃത്യമായി അതിൽ വന്നിട്ടുണ്ടാവും. അതോടൊപ്പം ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ റഫറൻസായി ഉപയോഗിക്കേണ്ട വീഡിയോ ഏതാണ്, ആ വീഡിയോയും അതിൽ നിങ്ങൾക്ക് കാണും. ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ റഫറൻസ് ഏതാണ്? കേരള യൂത്ത് കോൺഫറൻസിൽ വെച്ച് ബഹുമാന്യനായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിച്ച മുജാഹിദ് യുവത കൊളുത്തിയ വിളക്കുകൾ എന്ന ക്യാപ്ഷനിലുള്ള സംസാരമാണ്. വളരെ മനോഹരമായ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലെ ഒരുപാട് വ്യക്തികളെ പ്രത്യേകമായി പരാമർശിക്കുന്ന മനോഹരമായൊരു പ്രഭാഷണമാണ്. ഈ ഒരു മത്സരത്തിൻ്റെ ഭാഗമായിട്ടല്ലെങ്കിലും നമ്മൾ കേട്ടിരിക്കേണ്ട ഒരു പ്രസംഗമാണത്. ഏതൊരു മനുഷ്യനും വെളിച്ചം പകരുന്ന പഴയകാലത്തിൻ്റെ ഓർമ്മകൾ സമ്മാനിക്കുന്ന മനോഹരമായൊരു പ്രഭാഷണമാണ്. അത് കേൾക്കാം. അത് കേട്ട് കഴിഞ്ഞാൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉത്തരം അയക്കാനും സാധിക്കും. ഈ ഒരു മത്സരത്തിൽ നിങ്ങൾ മാത്രമല്ല പങ്കെടുക്കേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെ, പരിചയക്കാരെ, പണ്ട് നിങ്ങളോടൊപ്പം സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ പഠിച്ച ആളുകളെ, നിങ്ങളുടെ മക്കളെ, അയൽവാസികളൊക്കെ ഈ മത്സരത്തിൻ്റെ ഭാഗമാക്കാം. മത്സരത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ അവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. നിങ്ങൾക്കതിലൂടെ ബോണസ് പോയിൻ്റ് ലഭിക്കും. ബോണസ് പോയിൻ്റ് ലഭിക്കുന്നതിൻ്റെ രൂപം എങ്ങനെയാണ് എന്നുള്ളത് നേരത്തെ വീഡിയോയിലൂടെ അറിയിച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്കും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. അപ്പോൾ മത്സരത്തിൻ്റെ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ കേട്ടുകഴിഞ്ഞു. അടുത്ത ചോദ്യങ്ങൾ ഇതേ യൂട്യൂബ് ചാനലിൽ, ഇതേ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് തുടർന്ന് കാണാം. അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ജമീൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇതൊക്കെ ക്രമത്തിന് കിട്ടാനുള്ള അവസരമുണ്ട്. രണ്ടാം റൗണ്ടിലെ ഓരോ ചോദ്യത്തിനും റഫറൻസ് ഉണ്ടായിരിക്കും. ആ റഫറൻസ് പഠനാർഹമായ ചില പ്രഭാഷണങ്ങളായിരിക്കും എന്നുകൂടി പറയുകയാണ്. മൂന്നാം റൗണ്ടിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടാകും. ഫൈനൽ റൗണ്ടിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടാകും. അതൊക്കെ ഇൻഷാ അല്ലാഹ് വഴിയെ നിങ്ങൾക്കറിയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.